ഹരേ കൃഷ്ണ. ഒരു ദിവസം കളിക്കിടയിൽ കണ്ണൻ ഒരു പിടി മണ്ണ് വാരി വായിലിട്ടു. ഇത് കാണുന്ന ബലരാമനും മറ്റു കൂട്ടുകാരും ഓടി അമ്മയ്ക്കരികിലെത്തിയിട്ട് യശോദാമ്മയെ ദേ കണ്ണൻ മണ്ണ് വാരി തിന്നുന്നു എന്ന് പറഞ്ഞു. ഭയവും സങ്കടവും പൂണ്ട യശോദാമ്മ കണ്ണനെ ചോദ്യം ചെയ്തു. എന്താ കൃഷ്ണ ഇത്, നീ മണ്ണ് തിന്നുവല്ലേ? കുറുമ്പ് നിനക്ക് കൂടുന്നുണ്ട്, വായ തുറക്കൂ നോക്കട്ടെ എന്ന് യശോദാമ്മ. ഇല്ലമ്മേ, ഈ ഏട്ടൻ നുണ പറയുന്നതാ എന്ന് കണ്ണൻ. എന്നാൽ നോക്കട്ടെ, വായ തുറക്കൂ എന്ന് യശോദാമ്മ പറയാണ്. അമ്മയുടെ നിർബന്ധം മൂലം കൃഷ്ണൻ വായ തുറന്നു. മായാമാനുഷന്റെ വായ തുറന്നപ്പോൾ യശോദാമ്മ കാണുന്നതാവട്ടെ മണ്ണും വിണ്ണും സകല ചരാചരങ്ങളും, ജ്യോതിർമണ്ഡലവും നവഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളും കണ്ടു. മാത്രമല്ല ഗോകുലവും പൈക്കളും ഗോപവൃന്ദവും, എന്തിനേറെ പറയാൻ യശോദാമ്മയെയും കണ്ണനെയും വരെ ആ വായിൽ കണ്ടു. ആശ്ചര്യവും ഭയവും പൂണ്ട് താൻ കാണുന്നത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാതെ യശോദാമ്മ പരിഭ്രമിക്കാണ്. ഈശ്വര, എൻ്റെ ഉണ്ണി സാധാരണക്കാരനല്ല, സാക്ഷാൽ ഭഗവാനായിരിക്കണം, അല്ലാതെ തരമില്ല. ആ പാദങ്ങളിൽ വീണു നമസ്കരിക്കാൻ തോന്നി യശോദാദേവിക്ക്. പെട്ടെന്ന് അമ്മേ എന്നുള്ള വിളിയാൽ ഭഗവാൻ ആ മായയിൽ നിന്ന് യശോദയെ മോചിപ്പിച്ചു. വാത്സല്യപൂർവ്വം വാരിയെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു. വേഗം മായാമോഹനനായ യശോദാനന്ദനെ അമ്മ ഈശ്വരഭാവത്തിൽ കണ്ടതില്ല പിന്നീട് എന്ന് സാരം. പരമാത്മാവായ പരമ്പൊരുളിനെ തൻ്റെ ഓമനപുത്രനായി മാത്രം കണ്ട് ലാളിച്ച് ഓമനിച്ചു യശോദാമ്മ.